ആകാശവാണി കോഴിക്കോട്. തുറന്ന മനസ്സോടെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരുടെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ ജീവിത സന്ദർഭങ്ങൾ, ജീവിത സംഘർഷങ്ങൾ എന്നിവയെപ്പറ്റി പറയുന്ന തുറന്ന മനസ്സോടെ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ പരിപാടിയിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് സർജറി വിഭാഗം മേധാവിയും മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പലുമായ ഡോക്ടർ എസ് പ്രതാപ്. ഒരു ഡോക്ടർ എന്ന തന്റെ ഔദ്യോഗിക കർത്തവ്യത്തോടൊപ്പം തന്നെ ആതുര ശുശ്രൂഷ രംഗത്ത് ഇന്ന് മികച്ചു നിൽക്കുന്ന മ്യൂസിക് തെറാപ്പി സംവിധാനം ഇഷ്ടപ്പെടുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഡോക്ടർ പ്രതാപ്. സംഗീത രംഗത്ത് താളവാദ്യങ്ങളെ പ്രണയിക്കുന്ന ഡോക്ടർ എസ് പ്രതാപുമായി കെ പ്രതാപ് പോൾ നടത്തുന്ന അഭിമുഖ സംഭാഷണത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ സന്തോഷത്തോടെ തുറന്ന മനസ്സോടെ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം, നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ എസ് പ്രതാപിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. വാം വെൽക്കം ടു ദ ഷോ സർ. താങ്ക് യു സോ മച്ച്. ഡോക്ടർ എസ് പ്രതാപ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ വൈസ് പ്രിൻസിപ്പൾ ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട ലിസണേഴ്സിന് ഒരുപാട് കാര്യങ്ങൾ സാറിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടാവും. സാർ എവിടുന്ന് വരുന്നു, എവിടെയാണ് സാറിന്റെ സ്വന്തം സ്ഥലം, വീട്ടിൽ ആരൊക്കെയുണ്ട്, ചുരുക്കി പറഞ്ഞാൽ സാറിന്റെ കയ്യിലുള്ള ഫാമിലി ആൽബം ഒന്ന് പ്രദർശിപ്പിക്കാൻ അവർക്ക് താല്പര്യമുണ്ടാവും. ഒന്ന് ഫാമിലി കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായും. ഞാൻ തിരുവനന്തപുരത്താണ് ജനിച്ചത്, വളർന്നതും, സ്കൂളിൽ പഠിച്ചതും കോളേജിൽ പഠിച്ചതും മെഡിക്കൽ എഡ്യൂക്കേഷൻ എല്ലാം തിരുവനന്തപുരത്ത് തന്നെയാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട് സാർ സാറിന്റെ വീട്ടിൽ? എൻ്റെ അച്ഛനമ്മ, ഒരു ചേട്ടൻ. അവരെന്ത് ചെയ്യണോ? അച്ഛൻ സെക്രട്ടേറിയറ്റിലെ അഡീഷണൽ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അമ്മ ഡിസ്ട്രിക്ട് ട്രഷറിയിലെ ഓഫീസറായിരുന്നു. അവർ രണ്ടുപേരും റിട്ടയർ ചെയ്ത് ഇപ്പോൾ 87-85 വയസ്സില്ല. ഇപ്പോഴും തിരുവനന്തപുരത്ത് തന്നെയാണ്. ഒരു ജ്യേഷ്ഠനുള്ളത് മിംസ് ആശുപത്രിയിൽ റേഡിയോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു, തിരുവനന്തപുരത്ത് തന്നെ. സാറ് പറഞ്ഞു ട്രിവാൻഡ്രത്താണ് സാറ് പഠിച്ചതെന്ന് പറഞ്ഞു. സാറിന്റെ സ്കൂളും കോളേജൊക്കെ എവിടെയൊക്കെയാണ് സാർ പഠിച്ചത്? ഞാൻ അച്ഛനും അമ്മയും തിരുവനന്തപുരത്ത് തന്നെ ആയതുകൊണ്ടും അച്ഛൻ സെക്രട്ടറിയിലായതുകൊണ്ട് ഒരിക്കലും ട്രാൻസ്ഫർ ആവില്ല എന്നുള്ളൊരു ജോബ് ആയതുകൊണ്ട് നമ്മുടെ സ്കൂൾ അതിന് ചുറ്റിപ്പറ്റിയുള്ള സ്കൂളിൽ തന്നെ ചേർക്കാമെന്ന് അവർ തീരുമാനിച്ചു. ആദ്യം ഞാൻ ഹോൾ ഏഞ്ചൽസ് കോൺവെന്റിലാണ്. പക്ഷെ 5 വയസ്സ് വരെ ആൺകുട്ടികളെ അവിടെ എടുക്കുകയുള്ളൂ. അതുകൊണ്ട് 5 വയസ്സ് കഴിഞ്ഞപ്പോൾ അതിന്റെ തൊട്ടടുത്ത് തന്നെ സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിലോട്ട് ഞാൻ മാറി. അവിടെ എൻട്രൻസ് എഴുതി കയറിയതാണ്. പിന്നെ അവിടെ ജ്യേഷ്ഠൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറച്ച് ഒരു ഗൈഡൻസ് ഒക്കെ കിട്ടിയിരുന്നു. എനിക്കും SSLC 11th റാങ്ക് ആയിട്ട് പാസ്സാകാൻ പറ്റി. അത് കഴിഞ്ഞുള്ള +1 +2 ഒക്കെ സാർ അവിടെ? പിന്നെ ഗവൺമെന്റ് ആർട്സ് കോളേജിലായിരുന്നു. പ്രീ ഡിഗ്രി 2 വർഷം. അപ്പൊ അവിടെ ആദ്യം ഒരുപാട്, അപ്പൊ ഈ സ്കൂളിൽ നിന്ന് ടോട്ടലി വേറൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അവിടെ സമരവും ദിവസേന മിക്കവാറും സമരമൊക്കെ ആയിരുന്നു. അപ്പൊ ആദ്യം നമ്മൾ പ്രയാസപ്പെട്ടു, ഇങ്ങനെ ഈ പോർഷനൊക്കെ തീരുന്നു, പ്രയാസമായിരുന്നു. പിന്നെ അന്വേഷിച്ചപ്പോൾ എല്ലാവരും പ്രൈവറ്റ് ട്യൂഷന് പോയാലേ പറ്റുള്ളൂ, ഒരു മെഡിക്കൽ കോളേജ് കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശം ആദ്യമേ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ചെറിയൊരു വ്യത്യാസമുള്ളത്, ഞാൻ സ്കൂളിൽ വെച്ച് മാത്സിന് ഭയങ്കര ടോപ്പറായിരുന്നു. SSLC സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു. അന്ന് ടഫായിട്ട് 99 കിട്ടിയുള്ളൂ, 100 കിട്ടിയില്ല. പക്ഷേ അതുകൊണ്ട് ഞാൻ ആദ്യം ഫസ്റ്റ് ഗ്രൂപ്പ് ആയിരുന്നു എടുത്തത്. ചേട്ടൻ ഏതായാലും മെഡിസിന് പോകാൻ തീരുമാനിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ സ്റ്റേജ് ആയിരുന്നു. ഞാനെങ്കിലും എഞ്ചിനീയറിംഗിന് പോകാൻ തുടങ്ങി. മാത്സ് അത്രയ്ക്ക് എനിക്ക് ക്രേസ് ആയിരുന്നു. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് 3-4 മാസം പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഡോക്ടറാണ് സ്വന്തമായി ഒരു ഉൾവിളി പോലെ എനിക്ക് തോന്നി. ഞാൻ ഡോക്ടർ ആയാലായിരിക്കും ഞാൻ ഭേദമായിരിക്കും എന്നൊരു തോന്നൽ വന്നപ്പോൾ ഞാൻ ഇഷ്ടമായ മാത്സ് ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് ഫ്രാൻറ്റിക്കായിട്ട് എങ്ങനെയെങ്കിലും സെക്കൻഡ് ഗ്രൂപ്പിൽ പോകണം. 4 മാസം കഴിഞ്ഞു. അപ്പോൾ അപ്പം മാറാം. പിന്നെ ഞാൻ മറ്റേ ഗ്രൂപ്പിൽ നിന്ന് ഒരാളെ തപ്പി കണ്ടുപിടിച്ച് പ്രിൻസിപ്പളിനെ പോയി കണ്ട് മ്യൂച്വലായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് സെക്കൻഡ് ഗ്രൂപ്പിൽ പോയി. ആദ്യം കുറെ പ്രയാസം ഉണ്ടായിരുന്നു, കാര്യം അത്രയും പോർഷൻസ് ഒക്കെ പോയി. പിന്നെ അതെങ്ങനെയൊക്കെ പോയി. എനിക്ക് ഏറ്റവും വലിയ ഒരു ഡിസഡ്വാൻറ്റേജ് പടം വരയ്ക്കാൻ അറിഞ്ഞൂടാ. അപ്പൊ മാത്സ് സ്ട്രോങ് ആണ്, പടം വരയ്ക്കാൻ അറിഞ്ഞൂടാ. ഇത് രണ്ടും കൂടി ആയപ്പോ എന്തായാലും ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ അതിനേക്കാളിലേറെ എനിക്ക് ഡോക്ടർ ആവണം, പടം വരച്ചില്ലെങ്കിൽ സാറേ എനിക്ക് ഡോക്ടർ ആവണം എന്നൊരു പെട്ടെന്ന് ഉൾവിളി വല്ല വന്നിട്ട് ഞാൻ മെനക്കെട്ടിരുന്ന് പടം വരച്ച് പഠിക്കുമായിരുന്നു, പ്രാക്ടീസ് ചെയ്ത്.
എനിക്ക് ചോദിക്കാനുള്ള ഡോക്ടറുടെ മെഡിക്കൽ വിദ്യാഭ്യാസം, ഇപ്പൊ ഇതുവരെ സ്കൂളും കോളേജും ഒക്കെ സാറ് പറഞ്ഞു, എവിടെയൊക്കെ വെച്ചായിരുന്നു സാറ് MBBS എടുത്തത്? ഫർദർ സ്റ്റഡീസ് ഒക്കെ എവിടെ വെച്ചായിരുന്നു? ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഞാൻ ഈ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ അന്ന് എൻട്രൻസ് തുടങ്ങിയില്ല. അപ്പൊ എല്ലാവരും മാർക്കിനെ ബേസ് ചെയ്ത് നമ്മൾ എത്ര മാർക്ക് കിട്ടുന്നു എന്നല്ല നോക്കിയത്, എത്ര മാർക്ക് പോകുന്നു എന്നാണ് നോക്കിയത്. അപ്പൊ എനിക്ക് അന്ന് സബ്ജക്ട്സിന് 450 441 ഉണ്ട്, 98%. അപ്പൊ 100 എത്ര കുറയും, അങ്ങനെയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്റെ ചേട്ടന് 2 മാർക്കിന്റെയാണ് കിട്ടിയത്. അപ്പൊ അത് അത്രയും ടെൻഷൻ അനുഭവിച്ച് ഞാൻ ആ വീട്ടിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരരുതെന്ന് എക്സ്ട്രാ നമ്മൾ എഫേർട്ട് എടുത്ത് അങ്ങനെയാണ് കിട്ടി. അങ്ങനെ മെഡിക്കൽ കോളേജ് നമ്മുടെ ബാച്ചിന് ശേഷം അടുത്ത ബാച്ച് തൊട്ട് എൻട്രൻസ് തുടങ്ങി. അപ്പൊ അന്നൊരു സംശയമായിരുന്നു എൻട്രൻസ് തുടങ്ങുമില്ലെന്ന്. തുടങ്ങുകയാണെങ്കിൽ അങ്ങനെ നോക്കാം, പക്ഷെ നമ്മൾ ബേസിക്കലി റെഡി ആയിട്ട് ഇങ്ങനെ ഇരുന്നു. അപ്പൊ സാർ MBBS ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ കയറി നമ്മുടെ ടീച്ചേഴ്സിനെ പോലെ എനിക്ക് നമുക്ക് ആ സബ്ജക്റ്റിനോടുള്ള ഇഷ്ടം തുടങ്ങി. കുറെ പ്രോഗ്രസ് ചെയ്തപ്പോൾ എനിക്ക് മെഡിസിൻ ടീച്ചേഴ്സ് ആയിരുന്നു നല്ലത്. അപ്പൊ മെഡിസിന്റെ ഓരോ നമ്മുടെ അസുഖത്തിന്റെ സയൻസ് എലിസിറ്റിന് സ്റ്റെപ്പ് വെച്ചുള്ള അതൊക്കെ വളരെ എനിക്ക് എക്സൈറ്റ്മെന്റ്. കാര്യം ഓഡിയോ, എനിക്ക് അന്ന് സ്പീക്കറും ഓഡിയോ സൗണ്ട്സിനൊക്കെ ഭയങ്കര ഒരു ത്രില്ലായിരുന്നു. അപ്പൊ മെഡിസിനാണ് എന്റെ എന്ന് വിചാരിച്ച് അതിൽ വളരെ ഇൻട്രസ്റ്റ് എടുത്ത് പോയിരുന്നു. അന്ന് സർജറി ടീച്ചേഴ്സ് അത്ര ഇൻട്രസ്റ്റ് എടുത്ത് നമ്മളെ പഠിപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ട് നാച്ചുറലി എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതെ പോയിരുന്നു. പക്ഷെ എൻട്രൻസ് വന്ന വീണ്ടും എനിക്ക് ഇതേപോലെ ഉൾവിളി പോലെ വന്നു. എനിക്ക് സർജറിയാണ് എനിക്ക് ചേരണേ. ബിക്കോസ് ഞാൻ ഈ വീട്ടിലാണെങ്കിലും കൊച്ചു കാര്യങ്ങളും ഈ ഇലക്ട്രിക്കൽ കണക്ഷനോ അല്ലെങ്കിൽ വാട്ടറിന്റെ പൈപ്പിന്റെ സാധനം എല്ലാം ഞാൻ മാനുവലായിട്ട് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ചിലപ്പോ എനിക്ക് സർജിക്കൽ ഓറിയന്റേഷൻ കാണുമായിരിക്കാം. നമ്മുടെ ഏറ്റവും എന്റെ ഇപ്പൊ എന്റെ ഐഡിയ എന്താ വെച്ചാൽ നമ്മുടെ ജീൻസ് നമ്മൾ തന്നെ ഐഡന്റിഫൈ ചെയ്യണം, എന്നിട്ട് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യണം. അപ്പോഴേ നമുക്ക് സക്സസ് എന്ന് വിചാരിക്കാൻ പറ്റും. മറ്റുള്ളവർ സക്സസ് കാണുന്ന വേറെ ആയിരിക്കും. നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ ടാലന്റ് ഐഡന്റിഫൈ ചെയ്ത് അതിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് അതില് നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. ഓക്കെ സാർ, പിന്നെ അതിന് ശേഷം വേറെ എവിടെയെങ്കിലും? എന്നിട്ട് അപ്പൊ സർജറി അവസാനം ഞാൻ സർജറിയാണ് എൻട്രൻസിന് പ്രിഫറൻസ് കൊടുത്ത് അതിന് 2nd റാങ്ക് ആയിട്ട് സർജറിയിൽ കയറി. ഓക്കെ. അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ക്ലാസ്മേറ്റ്സും സർജറി എടുത്ത കൈ വറക്കുമായിരിക്കും, ബ്ലഡ് കണ്ട എനിക്ക് പ്രയാസമാണ് അങ്ങനെ. അപ്പൊ ഞാൻ ഇല്ല, അത് എനിക്ക് കുഴപ്പം വരില്ല, സർജന്റെ ലൈഫാണ് എനിക്ക് ഇഷ്ടം എന്ന് തീരുമാനിച്ച് അങ്ങനെ എടുത്തു. അതിന് ജനറൽ സർജറി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് തന്നെ ചെയ്തു. 87-90 അത് സർജറിയുടെ PG ചെയ്തത് അല്ലേ? PG ചെയ്തു. പിന്നെ അതിനുശേഷം നേരെ സർവീസിലേക്ക് കയറുകയാണോ? അതിന്റെ അപ്പൊ ആ സർജറി എടുത്തപ്പോൾ ഞാൻ സർജിക്കൽ സ്പെഷ്യാലിറ്റിയിൽ പല PSC ടെസ്റ്റുകളും എല്ലാവരും മെഡിസിനും ഒക്കെ എഴുതി, ഞാൻ അതൊന്നും എഴുതിയില്ല. ഞാൻ തീരുമാനിച്ചു ഇനി സർജനായിട്ട് തന്നെ ജീവിക്കാം. സർജിക്കൽ സ്പെഷ്യാലിറ്റിയിൽ പല PSC ടെസ്റ്റ് എഴുതി, ഇന്റർവ്യൂവിനൊക്കെ പോയി. അങ്ങനെ പലതിലും എനിക്ക് റാങ്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ പീഡിയാട്രിക് സർജറിയിൽ 3rd റാങ്ക് ആയിരുന്നു. പിന്നെ തൊറാസിക് സർജറി ഹാർട്ടിന്റെ 4th ആയിരുന്നു. പിന്നെ ട്രോമാറ്റിക് സർജറി എന്ന് പറഞ്ഞാൽ അന്ന് തുടങ്ങിയതായിരുന്നു. അത് ഈ നമ്മുടെ ആക്സിഡൻസ് ഒക്കെ വരുന്നു, അതിന് 5th ആയിരുന്നു. സർജിക്കൽ ഗ്യാസ്ട്രോ 6th ആയിരുന്നു. ജനറൽ സർജറി 8th ആയിരുന്നു. അങ്ങനെ പലതിനും റാങ്ക് കിട്ടിയപ്പോൾ അവസാനം എനിക്ക് കൺഫ്യൂഷൻ ഏതിന് പോകണമെന്ന് കൺഫ്യൂഷൻ. പക്ഷെ ആദ്യം എനിക്ക് കിട്ടിയത് പീഡിയാട്രിക് സർജറി. 3rd ആയതുകൊണ്ട് ആദ്യമേ അങ്ങ് വിളിച്ചു, അതിനങ്ങ് ജോയിൻ ചെയ്തു. അങ്ങനെ 1991 പീഡിയാട്രിക് സർജറിയിൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ആദ്യം ജോയിൻ ചെയ്തു. പക്ഷെ അതൊരു 1-2 മാസം കഴിഞ്ഞപ്പോഴേക്കും എന്നെ പിന്നെ ട്രിവാൻഡ്രത്തോട്ടല്ല, ശരിക്കും പറഞ്ഞാൽ അതൊരു 2 വർഷം ആരോ വെളിയിൽ പോയ വേക്കൻസിയിലാണ് എന്നെ പോസ്റ്റ് ചെയ്തത്. അവർ തിരിച്ച് ലീവ് ക്യാൻസൽ ചെയ്ത് വന്നപ്പോൾ എന്നെ ഔസ്റ്റഡ് ആയിപ്പോ. എനിക്ക് വളരെ മനപ്രയാസം ഉണ്ടായ ഒരു സംഭവമായിരുന്നു. ഭാഗ്യത്തിന് ഞാൻ മറ്റേ ലിസ്റ്റിലുള്ള ജനറൽ സർജറിയിൽ വീണ്ടും എന്നെ ആലപ്പുഴയെ വിളിച്ചു. ആലപ്പുഴ 1 വർഷം ജനറൽ സർജറിയിൽ വർക്ക് ചെയ്തു. അപ്പോ ഈ പ്രത്യേകിച്ച് ഇപ്പൊ ഡോക്ടർമാര് പറയാറുണ്ട്, അല്ലെങ്കിൽ പ്രൊഫഷണൽസ് സാധാരണ പറയാറുണ്ട്, കുട്ടികളെ ചികിത്സിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ഇപ്പൊ ഞാനിത് പറയുമ്പോൾ, സാറിനോട് പറയുമ്പോൾ എന്റെ ജീവിതത്തിലെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസും കൂടെ ഞാൻ ഇതിൽ പറയുകയാണ്. ഇപ്പൊ കാണുന്ന പോലെയല്ല, ഞാൻ അന്ന് ചെറുപ്പത്തിൽ വളരെ മെലിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു, വളരെ ക്ഷീണിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇപ്പൊ കണ്ടാൽ വിശ്വസിക്കില്ലായിരിക്കും. പക്ഷെ അങ്ങനെ ഇരുന്നപ്പോ എന്റെ പേരൻസിന് വളരെ വിഷമമായിരുന്നു. അയ്യോ, ഇയാൾ ഇത്രയും മെലിഞ്ഞിരിക്കുകയല്ലേ. അപ്പൊ ഒരു സ്ഥിരമായിട്ടൊരു ഡോക്ടറെ അടുത്ത് എപ്പോഴും പോവായിരുന്നു. പോയിട്ട് അതൊരു ശല്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായി. 4ാമത്തെ വിസിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇന്നത്തോടെ മകന്റെ ചികിത്സ കഴിഞ്ഞു, നാളെ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്കുള്ള ചികിത്സ തുടങ്ങാമെന്ന് പറഞ്ഞു. പാരന്റ്സിനോട് പറഞ്ഞു. അപ്പോ എനിക്ക് ചോദിക്കാനുള്ള ഡോക്ടറോട്, കുട്ടികളെ ചികിത്സിക്കുമ്പോൾ, പ്രത്യേകിച്ച് സാറിനെ പോലെ ഒരു പ്രശസ്ത പീഡിയാട്രിക് സർജനാണ്, കുട്ടികളെ ചികിത്സിക്കുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ ഒരു പ്രത്യേകതകൾ? വാട്ട് മേക്സ് ഇറ്റ് ഡിഫറെന്റ് ഫ്രം ട്രീറ്റിംഗ് അഡൽട്സ്?
വലിയ ആൾക്കാരെ ചികിത്സയും അല്ലെങ്കിൽ അവരുടെ ചികിത്സയും ഈ കുട്ടികളെ ചികിത്സിക്കുമ്പോഴുള്ളൊരു വ്യത്യാസം എന്താണ്? ജനറലായിട്ട് എല്ലാവരും കുട്ടികളെ ചികിത്സിക്കുന്ന അഡൽട്ടിന്റെ ഇപ്പൊ പണ്ടെല്ലാവരും പറയും പകുതി ഡോസ് കൊടുത്താൽ മതി. അങ്ങനെയല്ല, ഒന്നിനും എല്ലാ മരുന്നിനും വേറെ വേറെ ഡോസാണ്. ഡോസ് പഠിക്കാനാണ് ഏറ്റവും പ്രയാസമുള്ളത്. ചില മരുന്ന് എക്സ്ട്രാ ഡോസ് കൊടുത്താലേ പറ്റുള്ളൂ. അസുഖങ്ങളെല്ലാം വേറെ. പിന്നെ നമ്മുടെ പീഡിയാട്രിക് പ്രാക്ടീസിൽ, ഇനി പീഡിയാട്രിക് സർജിക്കൽ പ്രാക്ടീസിൽ നമ്മൾ കൂടുതലും കാണുന്ന ജന്മവൈകല്യങ്ങളാണ്. നമ്മൾ അഡൽട്സിന് അങ്ങനെ കാണുകയില്ലല്ലോ. അഡൽട്സിന് അങ്ങനെ ഒരു ജന്മവൈകല്യം വെച്ച് ജീവിക്കാൻ ഒന്നുകിൽ മരിച്ചു പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അത് കറക്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ അത് മരിക്കുന്ന പോലത്തെ വൈകല്യം ആയിരിക്കില്ല. എല്ലാവരും മിക്കവാറും അഡൽട്ട് ആവുന്നതിന് മുമ്പ് കറക്റ്റഡ് ആയിരിക്കും. അപ്പൊ ജന്മവൈകല്യങ്ങൾ കൊണ്ട് ഒരുപാട് കുട്ടികൾ മരിച്ചു പോകുന്ന പോലെ സീരിയസ് ആവാം, അല്ലെങ്കിൽ നമ്മൾ അത് പല ഏജിൽ കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതാണ് ഏറ്റവും ഒരു വ്യത്യാസം. രണ്ടാമതുള്ള ഫോറിൻ ബോഡീസ്. അഡൽട്ട് പൊതുവെ ആരും ഒരു കോയിൻ എടുത്ത് വായനകത്ത് ഇടുക, അല്ലെങ്കിൽ മൂക്കിനകത്തൊരു ബീഡ് തള്ളിക്കയറ്റി വെക്കുക, അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ. ഇത് കുട്ടികൾക്ക് ഫോറിൻ ബോഡീസ് ഇഷ്ടമാകുമ്പോൾ ത്രോട്ടിലും നോസിലും ബ്രോങ്കസ്, ട്രക്കിയ ബ്രോങ്കസ്, അതായത് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ടിനകത്ത് ശ്വാസകോശത്തിലെല്ലാം തടഞ്ഞ് എപ്പോഴും വരാറുണ്ട്. പല കുട്ടികളും മരിച്ചു പോയിട്ടുണ്ട്. അതിന് ഒന്നാമത്തെ റീസൺ പേരൻസിന് അത്ര അറിവില്ലായ്മ കൊണ്ടാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫോറിൻ ബോഡി എന്ന് പറയുന്നത് കടല അല്ലെങ്കിൽ കപ്പലണ്ടിയാണ്. നമ്മുടെ ഒരു 3-4 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്കും കപ്പലണ്ടി അല്ലെങ്കിൽ കടല കൊടുത്തുകൂടാ. അത് ഒരുപാട് അമ്മമാർക്കും അച്ഛന്മാർക്കും അറിഞ്ഞുകൂടാ. അവർ ന്യൂട്രീഷൻ നല്ലത് പോഷകാഹാരം കിട്ടുമെന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട്. പക്ഷെ അവർക്ക് ആ പ്രായത്തിൽ ചവയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവരിത് വായിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സർഫസ് സ്മൂത്താണ്. അപ്പോൾ വായിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ലിപ്പ് ചെയ്ത് അവർ കരയെ ചിരിക്കുകയെല്ലാം ചെയ്യാതെ സ്ലിപ്പ് ചെയ്ത് നേരെ ശ്വാസനാളത്തിൽ പോകും. ശ്വാസനാളത്തിൽ പോയി കുടുങ്ങിക്കഴിഞ്ഞാൽ ശ്വാസ തടസ്സം വന്ന് ചില കുട്ടികൾ മരിച്ചു വരെ പോയിട്ടുണ്ട്. ഇനി അപ്പോൾ ശ്വാസതടസ്സമായിട്ട് വന്നാൽ തന്നെ നമുക്ക് ഒരു ഓപ്പറേഷൻ ചെയ്ത് ബോധം കെടുത്തി ശ്വാസനാളത്തിനകത്തൊരു ട്യൂബ് ഇറക്കി അത് വളരെ പ്രയാസപ്പെട്ട് വേണം എടുക്കാൻ. അത് എടുക്കാൻ ശ്രമിക്കുമ്പോഴും ചിലപ്പോൾ മരിച്ചു പോകാൻ വരെ സാധ്യതയുണ്ട്. അത് അത്രയും ഡേഞ്ചറസ് ഒരു ഫോറിൻ ബോഡിയാണ്. വളരെ ശ്രദ്ധിക്കണം. പിന്നെ വേറൊരു ഫോറിൻ ബോഡി എന്ന് പറയുന്നത് നമ്മുടെ ബട്ടൺ സെൽ ബാറ്ററിയാണ്. ഇപ്പോൾ ഈ ചൈനീസ് ടോയ്സ്, എല്ലാ ടോയ്സിനകത്തും ബട്ടൺ സെൽ ബാറ്ററി ഉണ്ട്. അത് നമ്മൾ കുത്തി എടുത്ത് വായിലിടാണെങ്കിൽ, അതിപ്പോൾ നമ്മൾ കോയിൻ അല്ലെങ്കിൽ പൈസ വായിലിടുന്നേക്കാട്ടിലും കുറച്ചും കൂടി ഇത് വായിലിടാൻ കുറച്ചൊരു ടേസ്റ്റ് ഉണ്ട്, ആൽക്കലിയുടെ ഒരു ടേസ്റ്റ് ഉണ്ട്. അത് വായിലിടുമ്പോൾ പെട്ടെന്ന് സ്ലിപ്പ് ചെയ്ത് ശ്വാസനാളത്തിലോ അന്നനാളത്തിലോ കുടുങ്ങാം. അത് കുടുങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് ബാറ്ററി ലീക്ക് ചെയ്തിട്ട് ഇത് തമ്മിൽ ശ്വാസനാളോ അന്നനാളോ തമ്മിൽ ഒരു ഫിസ്റ്റിലാന്ന് പറയാം, രണ്ട് തമ്മിൽ കണക്ഷൻ, അത് ആ വോളങ്ങ് ദ്രവിച്ചു പോയിട്ട് തമ്മിൽ ഒരു വലിയ ദ്വാരം തന്നെ ഉണ്ടാക്കിയിട്ട് സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ ഇത് താഴോട്ട് ഇറങ്ങി ഹൃദയത്തിന്റെ ധമനികൾക്ക് അകത്തോട്ട് ഇത് ദ്വാരം ഉണ്ടാക്കി രക്തം ഛർദ്ദിച്ച് മരിക്കാറുണ്ട്. ഇതെല്ലാം സംഭവിക്കാറുണ്ട്. അപ്പൊ ഇത്തരം കേസുകളൊന്നും സാധാരണ നമ്മുടെ അഡൽട്സിന് കാണാറില്ല. സാറിപ്പോ ഒരു പെഡിയാട്രിക് സർജൻ ആണ്, 10-25 വർഷമായിട്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴത്തെ സാറിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു പെഡിയാട്രിക് സർജനും അതോടൊപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലെ ഒരു വലിയൊരു സ്ഥാപനത്തിന്റെ, ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷന്റെ വൈസ് പ്രിൻസിപ്പളായിട്ട് സാർ ഇപ്പോൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ, പ്രത്യേകിച്ച് എന്നെ പോലത്തെ മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സ്ഥാനത്തോ അസ്ഥാനത്തോ ആയിട്ടുള്ള ഒരുപാട് ക്രിറ്റിസിസം ഡെയിലി കേൾക്കുന്ന ഒരു പോസ്റ്റ് ആയിരിക്കാം ഒരുപക്ഷെ വൈസ് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഇതിലൊരുപാട് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ടെന്നും നമുക്ക് മനസ്സിലാവുന്നു. എന്താണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഒരു സോൾ, ഒരു ആത്മാവ് അല്ലെങ്കിൽ എനർജി എന്നൊക്കെ പറയുമ്പോൾ? ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് നോർത്ത് കേരളയിലെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇതിനോട് ഈക്വൽ ആയിട്ട് തോന്നുന്ന ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജുള്ളൂ കേരളയിൽ. പക്ഷെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിന് അടുത്ത് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതുകൊണ്ട് അത് അവിടെ ഇത്രയും ക്രൗഡ് വരാറില്ല. ഇതിപ്പോ ഒരുപാട് ഡിസ്ട്രിക്ട്സ്, 9 ഡിസ്ട്രിക്ട്സിനെ കേറ്റർ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ പലയിടത്തുനിന്ന് റെഫേർഡ് കേസ് വരാം. മാത്രമല്ല ഈ നോർത്ത് കേരളയിലെ പോപ്പുലേഷൻ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഈ നമ്മുടെ IMCH എന്ന് പറയുന്ന മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തില് സൗത്ത് ഏഷ്യയിൽ തന്നെ ഏറ്റവും അധികം ഡെലിവറീസ് വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെ പറയുന്നത്. അങ്ങനെ അത്രയും അധികം വർക്ക് ലോഡ് വരുമ്പോൾ നാച്ചുറലായിട്ട് ക്വാളിറ്റി കുറച്ച് കുറയും എന്നൊരു സംശയം വരാം. ഇവിടുത്തെ സ്റ്റുഡൻസും ഇപ്പോൾ നമ്മൾ ടോട്ടൽ നമ്പർ നോക്കുകയാണെങ്കിൽ മെഡിക്കൽ സ്റ്റുഡൻസ് തിരുവനന്തപുരത്ത് 200 പേര് ഒരു വർഷം എടുക്കുന്നുള്ളൂ. ഇവിടെ 250 പേരെയാണ് എടുക്കുന്നത്. അതും കൂടുതലാണ്. പക്ഷെ അതിന് അത്രയുള്ള ഫാക്കൽറ്റീസും ഡോക്ടേഴ്സും സ്റ്റാഫും ഇല്ല. അപ്പൊ നമ്മൾ എത്ര ഇരട്ടി വർക്ക് ചെയ്താലാണ് നമ്മൾ ഒരു റീസണബിൾ ക്വാളിറ്റി കൊടുക്കാൻ പറ്റുന്നത് അതിൽ നിന്ന് തന്നെ മനസ്സിലാവും. എന്നാലും ഇതെല്ലാം വെച്ച് എങ്ങനെ തട്ടിമുട്ടി പോകുന്നുണ്ട്.
സാർ ഒരുപാട് വർഷങ്ങളായിട്ട് ഇപ്പോൾ ഈ പീഡിയാട്രിക് സർജറി മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് അംഗീകാരങ്ങളും പുരസ്കാരങ്ങളൊക്കെ സാറിനെ തേടി വന്നിട്ടുണ്ടാവും. പക്ഷെ അതിൽ നിന്നൊക്കെ ഉപരിയായിട്ട് ഒരുപക്ഷെ സാറ് ട്രഷർ ചെയ്യുന്നത് വേറെ ചില സംഗതികളായിരിക്കും. ഈ സേവനത്തിൽ നിന്ന് ലഭിക്കുന്ന, ഹൃദയത്തിന് ലഭിക്കുന്ന ഒരു സന്തോഷം, ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ, അതൊക്കെ ആയിരിക്കും. അങ്ങനെ തന്നിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ സാറിന് തീർച്ചയായിട്ടും ഉണ്ടാവും. അതിൽ ഹൃദയത്തിൽ വളരെയധികം സൂക്ഷിക്കുന്ന വല്ല ഓർമ്മകളും ഉണ്ടോ? ഒരുപാട് അത്തരം സന്ദർഭങ്ങളുണ്ട്. എന്തായാലും എനിക്ക് ആദ്യം പീഡിയാട്രിക് സർജറിയോട് വലിയ താല്പര്യം തോന്നിയില്ല. കാര്യം കുട്ടികൾ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും, എന്ത് സംഭവിച്ചാലും കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ദിവസം OP-യിൽ 130 കുട്ടികളെ കാണുന്നുണ്ട്. പീഡിയാട്രിക് സർജറി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. നമ്മളൊരു മാത്സ് പോലെ ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. കാര്യം എന്ന് വെച്ചാൽ വളരെ ക്ലിയർ കട്ടാണ് ഓരോ സയൻസും. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിസീസ് അല്ലെങ്കിൽ അസുഖം ഉണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് 1 2 3 4 5 എന്ന് പറഞ്ഞ് അത് ഇതെന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല, പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റും അതേപോലെ വളരെ ക്ലിയർ ആണ്. അത് ചെയ്തു കഴിഞ്ഞാൽ നിയർലി 100% റിസൾട്ട് കിട്ടും. അത്രയും നല്ല റിസൾട്ട് കിട്ടുമ്പോൾ അത് തന്നെയാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. പിന്നെ ചില മുഹൂർത്തങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ, ഒരു ദിവസം ഞാൻ തിരുവനന്തപുരത്ത് SIT ആശുപത്രിയിൽ രാത്രി ഡ്യൂട്ടി എടുക്കുമ്പോൾ 2 മണിയായപ്പോൾ അപ്പോൾ ജനിച്ച കുട്ടി നേരെ ഓടിക്കൊണ്ടുവന്ന് എന്നെ വിളിച്ചുണർത്തി നോക്കിയപ്പോൾ നല്ല നീല നിറം, ശ്വാസം മുട്ടി നീല നിറമായിട്ട്. ഉടനെ ഞാൻ തന്നെ ആ കുട്ടി എടുത്തുകൊണ്ട് നേരെ തിയേറ്ററിൽ വന്ന് തിയേറ്ററുകാരെ വിളിച്ചുണർത്തിയിട്ട് ഒരു ട്യൂബ് ഇട്ട് നെഞ്ചിലെ അശുദ്ധമായ വായു വെളിയിലോട്ട് എടുത്തു കളഞ്ഞു. അത് ഈ ശ്വാസകോശം പൊട്ടിയിട്ട് അതിലെ അശുദ്ധമായ വായു വെളിയിൽ നിന്ന് ആ ശ്വാസകോശത്തിനെ അങ്ങ് കംപ്രസ് ചെയ്ത് കുട്ടി ശ്വാസം കിട്ടാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഒരു കൊച്ചു ട്യൂബ് ഇട്ടപ്പോൾ തന്നെ നമ്മൾ ഈ വണ്ടിയുടെ കാറ്റഴിച്ച് വിടുന്ന പോലെ ഷൂന്നൊരു ശബ്ദം കേട്ട് അത് മുഴുവൻ പോയിട്ട് കുട്ടി പെട്ടെന്ന് പിങ്കായി, നല്ല ചുമന്ന്. ഉടനെ ശ്വാസം കിട്ടി. അത് ആ നിമിഷം ചെയ്യാൻ പറ്റിയോണ്ട് ഒരു കുട്ടിയെ ജീവിതം രക്ഷിക്കാൻ പറ്റി. അതൊക്കെ വലിയൊരു സംഭവമാണ് നമ്മുടെ ജീവിതത്തിൽ. അത് ആ സമയത്ത് ഞാൻ ഡ്യൂട്ടി ആയിരുന്നുകൊണ്ടും ആ സമയത്ത് 2 മണി നമ്മൾ ഉറക്കം കളഞ്ഞ് ചെയ്യാൻ പറ്റിയോണ്ട് അതിന്റെ റിസൾട്ട് ആ കുട്ടിക്ക് ജീവിതം മുഴുവൻ, അവരുടെ പേരൻസിനും ജീവിതം മുഴുവൻ നല്ലൊരു അനുഭവമല്ല. പിന്നെ ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ 7 വർഷമായിട്ട് വർക്ക് ചെയ്യുക. ഇതിനിടയ്ക്ക് 2 വർഷത്തിനിടയ്ക്ക് 2 തവണ സയാമിസ് ഇരട്ടകളെ എനിക്ക് വേർതിരിക്കാൻ പറ്റി. അതിൽ ഇരട്ടയുടെ ഒരു കുട്ടിക്ക് ഒട്ടും ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട്, അത് ശരിക്കും രണ്ടിനെ ആരോഗ്യമായിട്ട് വളർത്താൻ പറ്റാത്തതുകൊണ്ട്, ആ തീരെ ആരോഗ്യമില്ലാത്തതും അതിന് പല അവയവങ്ങളും ഇല്ലാത്ത കുട്ടിയെ അതിൽ നിന്നും വേർതിരിച്ച് മറ്റേ കുട്ടിക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ വേണ്ടിയാണ് അത് ചെയ്തത്. 2 തവണയും അത് സക്സസ്ഫുൾ ആയിരുന്നു. അത് പത്രത്തിലൊക്കെ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു. അത് ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നപുംസകങ്ങൾ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളുണ്ട്. അതിന് പലതരം പേരുകൾ പറയാറുണ്ട്. അരവണി എന്ന് പറയും, അല്ലെങ്കിൽ ഇന്റർസെക്സ് എന്ന് പറയും. അപ്പൊ അത് ആണുമല്ല പെണ്ണുമല്ല എന്നുള്ള കുട്ടികൾ. അത്തരം കുട്ടികൾ ജനിക്കുമ്പോൾ അവർക്ക് അവരുടെ അച്ഛനും അമ്മമാർക്ക് ഭയങ്കര മാനസികമായ പ്രയാസങ്ങൾ വരും. സാധാരണ ഏത് കുട്ടി ജനിച്ചാലും ആദ്യം ചോദിക്കുന്നത് ആണാണോ പെണ്ണാണോ. നമ്മുടെ സ്വന്തം അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മയ്ക്കും കാട്ടിൽ ഇൻട്രസ്റ്റ് നമ്മുടെ എനിമീസിനായിരിക്കും ആ കുട്ടി ആണാണോ പെണ്ണാണോ. അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമുക്ക് ഉത്തരം പറയാൻ പറ്റൂല എന്ന് പറയുമ്പോൾ നമ്മുടെ എനിമീസിന് കുറച്ചുകൂടി നമ്മളോട് സന്തോഷം വരും. അങ്ങനെ ഒരു അവസരം കൊടുക്കാതെ ഒരു റീസണബിൾ ജെൻഡർ അസൈൻ ചെയ്യണമെങ്കിൽ പീഡിയാട്രിക് സർജൻസിനെ പറ്റുള്ളൂ. അത് നമ്മുടെ അടുത്താണ് അവരെ കൊണ്ടുവരാറുള്ളത്. നമ്മളത് കുറെ ഫാക്ടേഴ്സ് എല്ലാം സ്റ്റഡി ചെയ്ത് ഒരു റീസണബിൾ ജെൻഡർ ആദ്യം അസൈൻ ചെയ്തിട്ട് പിന്നെ ഫർദർ ടെസ്റ്റ് കഴിഞ്ഞിട്ട് കറക്റ്റ് ജെൻഡർ അസൈൻ ചെയ്യും. ചില സിറ്റുവേഷൻസിൽ ആ ജെൻഡറിൽ ആ കുട്ടി പോവില്ല എന്ന് തീരുമാനമാകുമ്പോൾ നമ്മൾ അതിനെ മാറ്റി വേറൊരു ജെൻഡർ, അതായത് ഇപ്പൊ ആൺകുട്ടിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നതിന് അത് ചേരില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് പെൺകുട്ടിയായിട്ട് മാറ്റുന്നു, തിരിച്ചും ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് കേസ് നമ്മൾ ചെയ്യേണ്ട ഇട വന്നിട്ടുണ്ട്. ഇപ്പോൾ വേറൊരു കാര്യം, ജനറലായിട്ട് ട്രീറ്റ്മെന്റുകളൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് വളരെ അതിവേഗം മുൻപോട്ട് കുതിക്കുകയാണ്. ഒരുപാട് സൗകര്യങ്ങൾ ഇപ്പോൾ ലഭ്യമാണ് ചികിത്സയ്ക്ക്. പക്ഷേ അതോടൊപ്പം തന്നെ എല്ലാവരും പറയുന്നത്, ഉറക്കെ ചിന്തിക്കുന്ന ഒരു സംഗതി, ഇതൊരു ട്രീറ്റ്മെന്റ് വിത്തൗട്ട് ഹാർട്ട്, ഒരു ഹൃദയമില്ലാത്ത രീതിയിലുള്ളൊരു ചികിത്സയാണോ? ഒരുപാട് ടെസ്റ്റുകളും അങ്ങനെയുള്ള ഇതൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നു. അപ്പോൾ എനിക്ക് ഡോക്ടറോട് ചോദിക്കാനുള്ളത്, ഒരുപാട് മെഡിക്കൽ സ്റ്റുഡൻസ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരു ഹൃദയത്തിൽ നിന്ന് തിരിഞ്ഞു വരുന്നൊരു സാന്ത്വനം, അല്ലെങ്കിൽ ഹൃദയത്തെ മറക്കാത്ത രീതിയിൽ ഉള്ളൊരു ട്രീറ്റ്മെന്റ്, അപ്പോൾ അവർക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഏറ്റവും വളരെ കഴിവുള്ള പ്രൊഫസേഴ്സിന്റെ അടുത്തുനിന്നാണ് അവർ പഠിക്കുന്നത്. നല്ല മെന്ററിങ്ങും ഒക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ഇതൊക്കെ അവരുടെ ബുദ്ധിയെ, അല്ലെങ്കിൽ അവരുടെ നോളജിനെയാണ് പലപ്പോഴും ട്രിഗർ ചെയ്യുന്നത്. എങ്ങനെയാണ് നമുക്ക് ഈ ചെറുപ്പക്കാരായ അല്ലെങ്കിൽ യുവാക്കളായ ആ മെഡിക്കൽ സ്റ്റുഡൻസിനെ കുറച്ചും കൂടി ഒരു വിശാല ഹൃദയരാക്കി മാറ്റുവാൻ
നമ്മുടെ സിലബസിൽ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുമോ, പേഴ്സണൽ എക്സാമ്പിൾ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണ് നമുക്ക് ഇവരെ ഈ ഒരു രീതിയിലേക്ക് ഉയർത്താൻ പറ്റുന്നത്? ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു ഡൈല്യൂഷൻ വന്നിട്ടുണ്ട് ഓവർ ദ ഇയേഴ്സ്, അത് സത്യമാണ്. പക്ഷെ നമ്മളൊക്കെ ഡോക്ടറായിട്ട് പഠിക്കാൻ തീരുമാനിച്ച കാലത്ത് നമുക്ക് കുറെ ഐക്കൺസ് ഉണ്ടായിരുന്നു. നമ്മുടെ പ്രൊഫസേഴ്സും പഴയ പ്രൊഫസേഴ്സും അവരുടെ രീതിയും അവർ പേഷ്യന്റിനെ നോക്കുന്നതും, അപ്പൊ അതേപോലെ ആവണം ഒരു നോബൽ പ്രൊഫഷൻ എന്ന് പറഞ്ഞാണ് നമ്മളെ പോലെ പലരും ഇത് എടുത്തിരിക്കുന്നത്. ഇപ്പൊ അത്രയും അങ്ങനത്തെ ആറ്റിറ്റ്യൂഡിലാണോ വരുന്നതെന്നൊരു സംശയമുണ്ട്. ഇപ്പൊ കൺസ്യൂമറിസം വന്നു, ഇപ്പൊ കൺസ്യൂമേഴ്സ് പ്രൊട്ടക്ഷൻ ഫോറത്തിന്റെ കേസുകൾക്ക് അഡ്രസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നു. പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഒരുപാട് വന്നിരിക്കുന്നു. അപ്പൊ എല്ലാ സർവീസസിനും പേ അലൗട്ട്. പണ്ട് സർവീസസിന് പേ ഇല്ല, സർവീസ് നോബൽ സർവീസ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എല്ലാത്തിനും വിലയിടാൻ തുടങ്ങിയിരിക്കുകയാണ്, ഓരോ സർവീസിനും ഡോക്ടർമാരുടെ. അപ്പൊ അവിടെ തന്നെ കുറെ ഡൈല്യൂഷൻ വന്നിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡ്, സൊസൈറ്റിയുടെ ആറ്റിറ്റ്യൂഡ് ജനറലായിട്ട് മാറിയ പോലെ തന്നെയാണ് നമ്മുടെ ഈ ഡോക്ടർ പ്രൊഫഷനിലും അതിന്റെ ഒരു റിഫ്ലക്ഷൻ കാണാം. ഇപ്പൊ വേറൊരു ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഇപ്പൊ ഏത് അസുഖമാണ് നമ്മുടെ കാലത്ത് പഠിക്കുമ്പോഴും നമ്മുടെ പ്രൊഫസേഴ്സും ഒക്കെ പഠിക്കുമ്പോഴും നമ്മളെ പഠിപ്പിച്ച രീതി അനുസരിച്ച് നോക്കണം, ഒരു രോഗി നടന്നു വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതെന്താണ് അസുഖം. ഇപ്പോഴും ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. നടന്നു വരുമ്പോഴോ കുട്ടി എടുത്തുകൊണ്ട് വരുമ്പോഴോ അത് ഇതായിരിക്കാം എന്ന് വിചാരിക്കും. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷനിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യില്ല. അവർക്ക് ടെസ്റ്റുകൾ വേണം, സ്കാൻ വേണം, ഇത്രയും അതിനാണ് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന് പറയുന്നത്. അതിന് മാത്രമേ വാല്യൂ കൊടുക്കുന്നുള്ളൂ. നമ്മളിപ്പോ പറയണ ഈ അസുഖം ഇതാണ്, ഇപ്പൊ വൈറൽ പനിയുടെ കാലമാണ്, ഇഷ്ടംപോലെ പലതരത്തിലുള്ള പനി വരും. നമ്മൾ ആദ്യത്തെ 2 ദിവസം വൈറൽ പനിയാണ്, ഇതിലത്ര കാര്യമില്ല, റെസ്റ്റ് എടുക്കണം, കുറച്ച് വെള്ളം കൊടുത്ത് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ശരിയാവും. അപ്പൊ പലർക്കും അത് പോരാ, അവർക്ക് 10,000 ടെസ്റ്റുകൾ കഴിഞ്ഞിട്ട് അത് ഏതെങ്കിലും ഒരു പനിയാക്കി എടുത്താലേ അവർക്ക് തൃപ്തിയാവുള്ളൂ. അങ്ങനെ ആവുമ്പോൾ പിന്നെ ഒരു പ്രൈവറ്റ് സെക്ടറിൽ ഇപ്പൊ അധികം പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഇങ്ങനെ വരുമ്പോൾ അവർക്കും അവരുടെ മാനേജ്മെന്റിന് നല്ല ചെലവും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അവരും ഇൻസിസ്റ്റ് ചെയ്യും ഇത്രയും ടെസ്റ്റുകളും ഇത്രയും സ്കാനും ഒക്കെ ചെയ്തിരിക്കണം എന്നുള്ളത്. അതാണ് ഈ കൺസ്യൂമറിസം വരുന്നത്. അപ്പോൾ അങ്ങനെ വളർന്നു വരുന്ന പുതിയ ജനറേഷൻ കുട്ടികൾ അതിനകത്തോട്ട് ഒരു ചായ്വ് കാണും. പക്ഷേ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ ഇതിലൂടെ പോകുന്ന മെഡിക്കൽ സ്റ്റുഡൻസിനെ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എൻഫോഴ്സ് ചെയ്യുന്ന കാര്യമാണ് ക്ലിനിക്കൽ ഫൈൻഡിങ്സ്. അതായത് കുട്ടിയെ നോക്കുക അല്ലെങ്കിൽ രോഗിയെ നോക്കിയിട്ട് മനസ്സിലാക്കുക, മാക്സിമം സയൻസ് എലിസിറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു ഡയഗ്നോസ് ആവുക, റീസണബിൾ ഡയഗ്നോസ് ആക്കി, എന്നിട്ട് സംശയമുള്ള 1-2 ടെസ്റ്റ് ചെയ്ത് അത് കണ്ടുപിടിക്കുക. അങ്ങനെ ഏറ്റവും മിനിമം സ്കാനും ടെസ്റ്റും ലാബ് ടെസ്റ്റും ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഇപ്പോൾ നമ്മുടെ പീഡിയാട്രിക് സർജറി ഡിപ്പാർട്ട്മെന്റ്. ആന്റൺ ചെക്കോവ് എന്ന് പറയുന്ന ഒരു റഷ്യൻ എഴുത്തുകാരൻ, അദ്ദേഹം ഒരു ഡോക്ടർ കൂടിയാണ്. അദ്ദേഹം ഒരുപാട് നാടകങ്ങളും ചെറുകഥകളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഒരിക്കൽ പറയുണ്ടായി, മെഡിസിൻ എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയാണ്, എഴുത്ത് എന്ന് പറയുന്നത് എൻ്റെ മിസ്ട്രസ് ആണെന്ന് പറഞ്ഞു. ഇത്രയും നേരം ഡോക്ടർ ഭാര്യയെക്കുറിച്ചാണ് ഇപ്പം നമ്മളോട് സംസാരിച്ചത്. സാറിന് വേറെ ഏതൊക്കെ മേഖലകളിലാണ് വളരെയധികം പാഷൻ തോന്നിയിട്ടുള്ള മേഖലകൾ ഏതൊക്കെയാണ്? അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. എനിക്ക് ഇഷ്ടമുള്ള വേറൊരു മേഖല എന്ന് പറഞ്ഞാൽ മ്യൂസിക്കാണ്. മ്യൂസിക്കിൽ പാട്ട് പാടാനും ഇഷ്ടമാണ്, പിന്നെ ഡ്രംസ് ചെയ്യാനും ഇഷ്ടമാണ്. പാട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പഴയ ആൾക്കാരായതുകൊണ്ട്, പഴയ കാലത്ത് ജനിച്ച് വളർന്നതുകൊണ്ട് വയലാർ ദേവരാജന്റെ ആ പാട്ടുകളാണ് എനിക്കിഷ്ടം. അത് മെലഡിയാണ്, മെലോഡി സോങ്സ് ആയതുകൊണ്ട് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാം. കൊച്ചിലെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ എനിക്ക് പഠിത്തത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് നിർബന്ധിച്ചുകൊണ്ട് ഞാൻ അതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരുന്നു. പക്ഷെ ഇപ്പോൾ എൻ്റെ ഭാര്യ എന്നെ ഇതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പാടിക്കോളൂ. പിന്നെ നമുക്കിപ്പോൾ ഒരുപാട് ഗെറ്റ് ടുഗദേഴ്സ് ഉണ്ടല്ലോ. ക്ലാസ്മേറ്റ് സിനിമ ഇറങ്ങിയതിന് ശേഷം നമ്മൾ എല്ലാ ബാച്ച് ഗെറ്റ് ടുഗദേഴ്സിന് ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കും. ഇപ്പോൾ റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട്, മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ, ഡോക്ടേഴ്സ് അസോസിയേഷൻ, സെയിം ക്ലാസ്മേറ്റ്സിന്റെ അസോസിയേഷൻ, ഇങ്ങനെ പല അസോസിയേഷൻ, പല ഫോറത്തിൽ എനിക്ക് പാടാനും അതിൻ്റെ കൂടെ ഡ്രംസ് ചെയ്യാനും എനിക്ക് പറ്റുന്നുണ്ട്. ഇപ്പൊ ഡ്രംസ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു അസോസിയേറ്റ് പ്രൊഫസറായ സ്റ്റേജിലാണ് ഞാൻ പഠിക്കാൻ വേണ്ടി പോയത്. അപ്പോ അന്ന് ട്രിവാൻഡ്രത്ത് വെച്ചായിരുന്നു. ആദ്യം ഞാൻ മക്കളെ ഈ കീബോർഡും വയലിനും ഗിറ്റാറൊക്കെ പഠിപ്പിക്കാന്ന് പറഞ്ഞ് പോയി. അതിനുശേഷം അപ്പൊ അവിടെ 1 മണിക്കൂർ വെളിയിൽ വെയിറ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഏതായാലും ഈ വയസ്സന്മാരെ അവിടെ കയറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ അവർ സമ്മതിച്ച് കയറ്റാന്ന് പറഞ്ഞ് അങ്ങനെ സാംസ് മ്യൂസിക് എന്ന് പറഞ്ഞ ഉള്ളൂർ ഒരു
മ്യൂസിക് അക്കാഡമിയിലും പിന്നെ ലേറ്റ് ഒരു പട്ടത്ത് കലാഗ്രാമത്തും ആണ് പോയി ട്രെയിൻ. ഒരു 6 മാസത്തോളം ട്രെയിനിങ് എടുത്തു. അവർ നൊട്ടേഷൻ വരെ പഠിപ്പിച്ചു. അത് കുറച്ച് പ്രയാസമായിരുന്നു. കാര്യം ഈ സ്റ്റേജിൽ എനിക്ക് കുറച്ചുകൂടി ഋതം വെച്ച് പോകാനായിരുന്നു ഇൻട്രസ്റ്റ്. അപ്പൊ അത് നൊട്ടേഷൻ പഠിച്ച് പിന്നെ ഋതത്തിലോട്ട് മാറ്റാൻ കുറച്ചുകൂടി പ്രയാസമായിട്ട് തോന്നി. എന്നാലും അതിപ്പോ നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഡ്രംസ് എല്ലാം ഞാൻ മിക്കവാറും അടിപൊളി സോങ്സ് ആണ് സെലക്ട് ചെയ്യുന്നത്. അല്ല ഹിന്ദി അല്ലെങ്കിൽ AR റഹ്മാന്റെ സോങ്സും. അതിനകത്താണ് ബീറ്റ്സ് ഉള്ളത്. അത് ഓഡിയൻസിന് കുറച്ചുകൂടി അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് സോങ്സ് അധികം സെലക്ട് ചെയ്യാത്ത പല ഓഡിയൻസിനും ഇംഗ്ലീഷ് സോങ്സ് അത്ര പരിചയമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ പാടുന്നത് മലയാളം പഴയ മെലോഡിയസ് വയലാർ ദേവരാജൻ ഗ്രൂപ്പും, ഡ്രംസ് ചെയ്യുന്നത് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഹിന്ദി സോങ്സ് ഒക്കെയാണ് ഞാൻ സാധാരണ സെലക്ട് ചെയ്യുന്നത്. ഇത് എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നുന്നു. കാര്യം എന്ന് വെച്ചാൽ ഇടയ്ക്ക് വെച്ച് 2 മാസത്തോളം എനിക്ക് പ്രിൻസിപ്പളിന്റെ ചാർജും എല്ലാം കൂടി 4 ജോലി ഒരുമിച്ച് ചെയ്യേണ്ട വന്നപ്പോൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു. അപ്പൊ വൈകിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് അത് ചെയ്യുമ്പോൾ നല്ലൊരു ഒരു ഫ്ലോ ഓഫ് ഹോർമോൺസ് വരണ പോലെ ഒരു ഫീല് വരും. അപ്പൊ നല്ലൊരു റിലാക്സേഷൻ ആണ്. അപ്പൊ നമ്മുടെ ഏത് സ്ട്രെസ്സിനും മ്യൂസിക് നല്ല റിലാക്സേഷൻ ആണെന്ന് പണ്ടേ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റി. സാർ ഒരു നല്ല ഡോക്ടറാണ്. അപ്പൊ അതിനെക്കാട്ടിയും ഒരു വലിയൊരു മ്യൂസീഷ്യനും കൂടിയാണെന്ന് ഇപ്പൊ മനസ്സിലായി. അപ്പൊ മ്യൂസിക് തെറപ്പി ഇപ്പൊ വളരെ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് മ്യൂസിക് തെറപ്പി. ഇപ്പൊ കോഴിക്കോടൊക്കെ പലരും അത് ചെയ്യുന്നു നിങ്ങൾ അറിയുന്നു. പക്ഷേ മ്യൂസിക് തെറപ്പി എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത, ചില ആൾക്കാർ പാടുക അല്ലെങ്കിൽ പെർഫോം ചെയ്യുക, അസുഖമുള്ളവർ പേഷ്യൻസ് അത് കേട്ടിട്ട് അതിൽ നിന്ന് ഒരു സാന്ത്വനം അവർക്ക് ലഭിക്കുക എന്നുള്ള പേഷ്യൻ്റ് ഓറിയൻറ്റഡ് ആയിട്ട് അങ്ങനെ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ പലയിടത്തും അങ്ങനെ നടക്കുന്നതായിട്ട് അറിയുന്നത്. പക്ഷെ എനിക്ക് ഡോക്ടറോട് ചോദിക്കാനുള്ളത്, അതും പേഷ്യൻറ്റിനെ എങ്ങനെ ഇത് സ്വാധീനിക്കുന്നു എന്നുള്ളതും എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതോടൊപ്പം ഈ പെർഫോം ചെയ്യുന്നവർക്കും ശരിക്കും പറഞ്ഞാൽ അവർക്കും ഒരു തെറാപ്പി പോലെ അല്ലേ എന്ന് എനിക്ക് സാറിനോട് ചോദിക്കാനുണ്ട്. എങ്ങനെയാ സാർ ഇതിനെ കാണുന്നത്, ഈ മ്യൂസിക് തെറാപ്പി? ശരിക്കും പറഞ്ഞ് നമുക്ക് നല്ല ഒരു ടെൻഷനോ സ്ട്രെസ്സോ എന്തെങ്കിലും വരികയാണെങ്കിൽ ഞാൻ ഓടി വന്ന് ഡ്രംസ് ചെയ്യുമ്പോൾ നല്ലൊരു എനർജി കിട്ടും. ശരിക്കും നമ്മൾ ഈ ഹോർമോണൊക്കെ ഫ്ലോ ചെയ്യണം, നമുക്ക് ഫീൽ ചെയ്യാന്ന് പറയുന്നത്, ഈ രോമാഞ്ചം വരുന്നൊക്കെ പറയുന്നത് നല്ലൊരു എനർജി കിട്ടും. നല്ലൊരു സ്ട്രെസ് ബസ്റ്ററാണ്. അതെനിക്ക് പേഴ്സണലായിട്ട് തോന്നിയൊരു കാര്യമാണ്. കഴിഞ്ഞ 2 മാസമായിട്ട് 4 ജോലി ഒരുമിച്ച് ചെയ്ത് കിടന്ന സർക്കസ്, കോളേജിൽ ഹോസ്പിറ്റലിൽ പ്രോബ്ലംസ് ഉണ്ട്, കോളേജിൽ പ്രോബ്ലംസ്, സ്റ്റുഡൻസിന് പ്രോബ്ലംസ്, പൊളിറ്റിക്സ്, ആകെ പ്രയാസമായിരുന്നു. തിരിച്ചു വന്ന് ഒരു നല്ല അടിപൊളി മ്യൂസിക് കിട്ടും, അതിൽ ഡ്രംസ് ഒക്കെ ചെയ്യുമ്പോൾ ഇതെല്ലാം പോയി ഒരു മെഡിറ്റേഷൻ. അത് നല്ലൊരു ഇഫക്റ്റാണ്. അത് അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവും. അത് ഇതേ സാധനമാണല്ലോ ഒരു രോഗിക്കും. രോഗി ഡിപ്രഷനിൽ അല്ലെങ്കിൽ സ്ട്രെസ് ആയിട്ട് ഇവിടെ കിടക്കുമ്പോൾ നമ്മൾ അത് ഒബ്സർവ് ചെയ്തതാണ്. ഹെഡ് ഇഞ്ചുറി ആയിട്ട് കിടക്കുമ്പോൾ നമ്മൾ അവർക്ക് ഇഷ്ടമുള്ള പാട്ട് നമ്മൾ അവരുടെ അടുത്ത് പറയും, വെച്ച് കൊടുക്കുക, എന്നിട്ട് ഹെഡ്ഫോൺ വഴി വെച്ച് കൊടുക്കുക. പെട്ടെന്ന് റിക്കവറി നമുക്ക് കാണാറുണ്ട്. നമ്മുടെ അകത്തുനിന്ന് നല്ല ഹോർമോൺസ് റിലീസ് ചെയ്താൽ ഏത് അസുഖത്തിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് പോസിറ്റീവ് അപ്രോച്ച് വേണമെന്ന്. നെഗറ്റീവ് അപ്രോച്ചിൽ നമുക്ക് ചീത്ത ഹോർമോൺസ് ആയിരിക്കും റിലീസ് ചെയ്യും. അപ്പോൾ നാച്ചുറലി എല്ലാ വൂണ്ട് ഹീലിംഗ് ഡിലേഡ് ആയിരിക്കും, റിക്കവറി ഡിലേഡ് ആയിരിക്കും. അതേസമയത്ത് നല്ല പോസിറ്റീവ് ഹോർമോൺസ് വന്നത് പെട്ടെന്ന് റിക്കവറി പെട്ടെന്ന്. അതുകൊണ്ടാണ് നമ്മൾ എത്ര പ്രയാസപ്പെട്ടിരിക്കുന്ന രോഗി കണ്ടാലും വലിയ ഹോപ്പില്ലെങ്കിൽ നമ്മൾ ആസ് ഡോക്ടേഴ്സ് നമ്മൾ റൗണ്ട്സ് എടുക്കുമ്പോൾ അവർക്ക് ഹോപ്പ് കൊടുക്കുക, അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ പെട്ടെന്ന് റിക്കവർ ചെയ്യും, പെട്ടെന്ന് ശരിയായി പോകാറുണ്ട്. മ്യൂസിക് തെറാപ്പി ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്രയും നേരം നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് തുറന്ന മനസ്സോടെ ഈ പ്രോഗ്രാം മാത്രമല്ല, സാറ് വളരെ തുറന്ന മനസ്സോടുകൂടെ തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പളായ എസ് പ്രതാപ് സാർ നമ്മളോടൊപ്പം ഇത്രയും നേരം ചെലവഴിക്കുകയും നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യുകയും ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട് സാറിനോട്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് us on our show. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നന്ദി, നമസ്കാരം. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ തുറന്ന മനസ്സോടെ എന്ന പരിപാടിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് സർജറി വിഭാഗം മേധാവിയും മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പലുമായ
ഡോക്ടർ എസ് പ്രതാപുമായി കെ പ്രതാപോൾ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് നിങ്ങൾ കേട്ടത്.